ഇപ്പോഴത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല. വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഇവയിൽ എന്തെങ്കിലും ഒന്നിൽ തീർച്ചയായും ഉണ്ടായിരിക്കും. ഇതിലെല്ലാം നമ്മൾ സ്റ്റാറ്റസ് പോസ്റ്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ സ്റ്റോറീസ് പോസ്റ്റ് ചെയ്യാറുണ്ട്. ഈ സ്റ്റാറ്റസ് അല്ലെങ്കിൽ സ്റ്റോറീസ് എങ്ങനെയാണ് കിട്ടുന്നത്? നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അല്ലേ? നല്ല കളർഫുള്ളായ അടിപൊളി സ്റ്റാറ്റസ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ? അതിന് നമുക്ക് സ്റ്റോറി ആർട്ട് എന്നൊരു ചെറിയൊരു ആപ്ലിക്കേഷൻ ആവശ്യമുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് കിട്ടുന്നത്. അതിൽ ആദ്യം നെക്സ്റ്റ് ചെയ്യുക, വീണ്ടും നെക്സ്റ്റ്, ശേഷം കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ ഇങ്ങനൊരു സ്ക്രീനിലോട്ട് നമ്മൾ ആപ്ലിക്കേഷൻ എത്തും. ഇതിൽ നിറയെ നല്ല അടിപൊളി ടെംപ്ലേറ്റ്സ് കാണാൻ പറ്റും. പല പല കാറ്റഗറീസായി ധാരാളം ടെംപ്ലേറ്റ്സുകളുണ്ട്. ഇതിൽ എങ്ങനെയാണ് നമ്മൾ സ്റ്റാറ്റസ് അല്ലെങ്കിൽ സ്റ്റോറി ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അതിനുവേണ്ടി ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്യുന്നുണ്ട്. ശേഷം ഇതിനകത്ത് നിന്നും ഒരെണ്ണം ഓപ്പൺ ആക്കാം. അപ്പോൾ നമ്മുടെ പെർമിഷൻ ചോദിക്കും, അത് അലോ ചെയ്ത് കൊടുക്കാം. ഈ സ്ക്രീനകത്ത് നമുക്കിനി ഫോട്ടോ ആഡ് ചെയ്യണം. ആഡ് ചെയ്യാൻ വേണ്ടി ഇതിനകത്തൊരു പ്ലസ് ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗാലറിയുടെ പെർമിഷൻ ഒന്നുകൂടി ചോദിക്കും, അത് അലോ ചെയ്ത് കൊടുക്കും. നമ്മൾ ഗാലറി ഓപ്പൺ ആയി വരും. നമുക്ക് ഇഷ്ടമുള്ളൊരു പിക്ചർ സെലക്ട് ചെയ്യുക. പിക്ചറിൻ്റെ ഫിൽറ്റർ ഓപ്ഷൻസ് എല്ലാം താഴെ കാണുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഒരെണ്ണം സെലക്ട് ചെയ്യുക, മുകളിൽ ടിക്ക് മാർക്ക് കൊണ്ട് ടിക്ക് ചെയ്യുക. അപ്പോൾ ആ ഇമേജ് നമ്മുടെ ഈ ടെംപ്ലേറ്റിലൂടെ ആഡ് ചെയ്യും. ഇതുകൂടാതെ ഇതിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യാം. താഴെ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ടൈപ്പ് ചെയ്യണമെങ്കിൽ ടൈപ്പ് ചെയ്യാം. അതിൽ ഫോണ്ട് ചേഞ്ച് ചെയ്യാം, കളർ കൊടുക്കാം. അതിനുള്ള ഓപ്ഷൻസ് എല്ലാം ഇതിലുണ്ട്. അത് നിങ്ങളുടെ ആവശ്യമനുസരിച്ച് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. അതുപോലെ സ്റ്റിക്കർ അതിൽ ആഡ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. ഇഷ്ടമുള്ള കളർ നമ്മൾ ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിനുശേഷം സേവ് ചെയ്യുന്നതിന് മുകളിൽ ഒരു ആരോ ചിഹ്നമുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക, സേവ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ചെയ്ത ഫോട്ടോ ഗാലറിയിൽ സേവ് ആയിട്ടുണ്ട്. ഇനി ഇത് ഫേസ്ബുക്കിലോ വാട്സപ്പിലോ നിങ്ങളുടെ സ്റ്റാറ്റസായി ഇടാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇത് നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ മറക്കരുത്.